നമുക്കിന്ന് കത്ത് വന്നിരിക്കുന്നത് എറണാകുളത്ത് നിന്നാണ്. ആ രശ്മിയാണ് കത്ത് അയച്ചിരിക്കുന്നത്. രശ്മി പറഞ്ഞിരിക്കുന്നത്, ഞാൻ IT ഫീൽഡ് ജോലി ചെയ്യുകയാണ്. എനിക്ക് പ്രമോഷൻ ലഭിക്കുന്നതേ ഇല്ല. പ്രമോഷൻ കിട്ടേണ്ട പല അവസരങ്ങളും നഷ്ടപ്പെട്ടു. തടസ്സങ്ങൾ മാറാനായിട്ട് എന്താണ് പരിഹാരം എന്നാണ് രശ്മി ചോദിച്ചിരിക്കുന്നത്. ദശാനാഥൻ സൂര്യദശാകാലം എടുക്കുകയാണ്. സാധാരണ നിലയിൽ സൂര്യൻ അല്ലെങ്കിൽ ആദിത്യദശ പലർക്കും ദോഷകരമാണ്. അപൂർവമായേ അത് ഗുണകരമായി കണ്ടുവരുന്നുള്ളൂ. അപൂർവമായി എന്ന് പറഞ്ഞാൽ ഊർധ്വോദയം, ശീർഷോദയം, സ്ഥിരം, ചരം, ഉഭയം ഇങ്ങനെ പല രാശികളിൽ, അതിൽ ശീർഷോദയ രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഭരിക്കുന്ന കാലം, അവയുടെ ഫലദാനം ഐശ്വര്യപ്രദമായിരിക്കും എന്നാണ്. ആ ശീർഷോദയ രാശിയിൽ ആദിത്യനായാലും രാഹുവായിരുന്നാലും ചൊവ്വയായിരുന്നാലും ശനിയായിരുന്നാലും ശുക്രനായിരുന്നാലും വ്യാഴമായിരുന്നാലും ബുധനായിരുന്നാലും ഏത് ഗ്രഹമായിരുന്നാലും ആ ദശാകാലത്ത് ആ രാശിയിൽ, ആ ശീർഷോദയ രാശിയിൽ നല്ല നല്ല ഫലങ്ങൾ ലഭിക്കും. എന്നാൽ ഇപ്പോൾ തീരാൻ പോകുന്നത് ശുക്രദശാകാലമാണ്. അതത്ര ഗുണകരമായ ശുക്രനല്ല. ആ ശുക്രൻ വൃദ്ധാവസ്ഥയിലുള്ള ശുക്രനാണ്. ബാല്യാവസ്ഥ, കൗമാരാവസ്ഥ, യൗവനാവസ്ഥ, വാർദ്ധക്യാവസ്ഥ, ജരാനര ഉള്ള അവസ്ഥ, ഇങ്ങനെ മനുഷ്യന് ബാല്യം, കൗമാരം, യൗവനം, ജരാനരകൾ, വാർദ്ധക്യം എന്നൊക്കെ പറയുന്ന പോലെ ഒരു വൃക്ഷമാണെങ്കിലും അത് വളർന്നു വരുന്ന രീതി, ഫലങ്ങൾ ഉണ്ടാവുന്നൊരു കാലം, ഇലകളും കൊമ്പുകളുമൊക്കെ ഉണങ്ങി പോകുന്നൊരു കാലം, കുശുത്ത് വേരറ്റു പോകുന്നൊരു കാലം, അതുപോലെ തന്നെ ഗ്രഹങ്ങൾക്കും നിൽക്കുന്ന രാശിയുടെ ബലമുണ്ട്. അങ്ങനെ ശീർഷോദയ രാശിയിൽ നിൽക്കുന്ന ആ ഗ്രഹം സൂര്യനാണ്. സർവേശ്വര അനുഗ്രഹത്താൽ ഭാസുര നിലയങ്ങൾ വെച്ചിടും, വാങ്ങിച്ചിടും, ഭൂസ്വത്ത് ലഭിച്ചിടും, ശത്രുക്കളെ ജയിച്ചിടും, തടസ്സങ്ങളെ ജയിച്ചിടും, സദ്യ, ദാനം ആദി സർക്കാരാദി ചടങ്ങുകളിൽ പങ്കെടുക്കും, ആഴേഴാണ്ട് രാജ തുല്യമായി വാണിടും, ഭാസുര നിലയങ്ങൾ വെച്ചിടും, വാങ്ങിച്ചിടും, ഭൂസ്വത്ത് ഗ്രഹിച്ചിടും, ശത്രുവേ ജയിച്ചിടും, സദ്യദാനാദി സൽക്കർമ്മങ്ങൾ നടന്നിടും, ആഴേഴാണ്ട് രാജ തുല്യമായി വാണിടും. ആദിത്യൻ ശീർഷോദയ രാശിയിൽ നിന്നേടുകിൽ പല നല്ല ഫലങ്ങൾ അനുഭവിച്ചിടും. ആദിത്യൻ എന്ന് പറയുമ്പോൾ സൂര്യൻ എന്നർത്ഥം. ഭാസുര നിലയങ്ങൾ വെച്ചിടും, വാങ്ങിച്ചിടും, ഭൂസ്വത്ത് ഗ്രഹിച്ചിടും, ശത്രുക്കളെ ജയിച്ചിടും. ഉഗ്രമായിട്ടുള്ള നല്ല അനുഭവങ്ങൾ. ഈ IT മേഖലയിൽ ഉയരാനുള്ള ഏറ്റവും നല്ല പ്രമോഷൻ, സാമ്പത്തിക പുഷ്ടി, ആയുരാരോഗ്യക്ഷേമം, വസ്തു, പ്ലോട്ട്, വില്ല അല്ലെങ്കിൽ ഫ്ലാറ്റ്, വാഹനം ഇത്യാദി കാര്യങ്ങളെല്ലാം ഭാഗ്യഭാസ്കരൻ അണഞ്ഞിടും. ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂര്യൻ്റെ ഒരു പര്യായമാണ്. ഭാഗ്യോദയം തരുന്ന ഭാസ്കരൻ, അതായത് ഭാഗ്യം തരുന്ന സൂര്യദശാകാലം. നല്ല സമയം എന്നർത്ഥം. അത് പ്രമോഷൻ, സാമ്പത്തിക പുഷ്ടി, മറ്റെന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരം, കിടപ്പാട്, വസ്തു, വാഹനം, സമ്പാദ്യാദികൾ, അങ്ങനെ ഐശ്വര്യവത്തായ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, പ്രതാപം എന്നിവയെല്ലാം അടങ്ങുന്ന ദശാകാലമാണ് സൂര്യൻ. പിന്നീടുള്ള ചന്ദ്രദശാകാലവും വലിയ തെറ്റൊന്നും പറയാൻ നിവൃത്തിയില്ല. പൊതുവെ ഭാവിയിൽ ഐശ്വര്യപ്രദമായ ഒരു കാലഘട്ടം വരുന്ന വർഷം മുതലുണ്ടാവും എന്നാണ്. എങ്കിലും ആ സൂര്യനെ അധികസ്യ അധികം ബലം എത്ര കണ്ട് ശക്തിപ്പെടുത്തുന്നോ, തൃപ്തിപ്പെടുത്തുന്നോ, സംപ്രീതിപ്പെടുത്തുന്നോ അത്രയും നല്ലത് എന്നർത്ഥം.
അത് ഞായറാഴ്ച സൂര്യൻ്റെ ദിവസമാണ്. സൺഡേ സൂര്യൻ്റെ ദിവസം എന്നാണ്. സൂര്യന് ശക്തി കൂടുതലുള്ള അല്ലെ സൂര്യന് വിശേഷമായ ദിവസങ്ങളാണ്. എന്താണ് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന കാലം ദിവസം. അപ്പോൾ സൂര്യൻ്റെ പുഷ്പാർച്ചനകളോ സൂര്യഗായത്രി ജപങ്ങളോ സൂര്യഗായത്രി പൂജകളോ സൂര്യഗായത്രി ഹോമവിധികളോ മാണിക്യരത്ന ധാരണങ്ങളോ ഇവയെല്ലാം കൂടിയോ ഒക്കെ ചെയ്താൽ അധികസ്യ അധികം ബലം എന്ന് വെച്ചാൽ ഏറ്റവും പരമാവധി ഉയർന്ന നിലയിൽ പോകാൻ സാധിക്കും. ഒരു പ്രൊമോഷൻ മാത്രമല്ല, ഒരു പൂവ് ആവശ്യപ്പെട്ടാൽ പൂന്തോട്ടം വരെ കിട്ടുന്ന രീതിയിൽ ഏറ്റവും ജീവിതത്തിൽ ശോഭിക്കാവുന്നൊരു കാലഘട്ടമാണ് ഇദ്ദേഹത്തിന് വരുന്നത്. സൂര്യഗായത്രി എന്ന് പറഞ്ഞ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുള്ളതാണ്. വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം എന്നിവ സൂര്യപത്മത്തിൽ സൂര്യ തേജസ്സിനെ ആവാഹിച്ച് സൂര്യഗായത്രി മന്ത്രങ്ങൾ കൊണ്ട് ഈ വക പ്രകൃതിയിലെ സമ്പത്തുകളായ ജലം, ജലത്തിൻ്റെ ഓഹരി വെള്ളം, ഭൂമിയുടെ ഓഹരി ചന്ദനം, ആകാശത്തിൻ്റെ ഓഹരി പുഷ്പം, ഓക്സിജൻ്റെ ഓഹരി ധൂപം, സൂര്യൻ്റെ പ്രതീകമായ ദീപം, നൈവേദ്യാദികൾ ഇത്യാദികളൊക്കെ അർപ്പിച്ച് സൂര്യഗായത്രി പൂജകൾ ചെയ്യുക. മാണിക്യം ധരിക്കുന്നത് നല്ലതാണ്. ഇവയെല്ലാം കൂടെ ചെയ്യുന്നത് നല്ലതാണ്. ഞായറാഴ്ച ദിവസം അഗതികൾക്ക് ദാനം ചെയ്യുക. ഇവയെല്ലാം ചെയ്താൽ എത്രയും ജീവിതത്തിൽ ഏറ്റവും ഉയരാവുന്ന ഒരു കാലഘട്ടമായിട്ട് കാണുന്നു. പൊതുവെ നല്ല കാലമെന്ന് ഭാഗ്യകാലമെന്ന് വിശേഷിപ്പിക്കാം. ഭാഗ്യഭാസ്കരൻ ഉദിച്ചിടും. എല്ലാ നന്മകളും ഉണ്ടായിട്ട് ഈ പറഞ്ഞ പ്രതിവിധികളും ചെയ്തുകൊള്ളുക.